Welcome to Simis Nadan Kitchen. You are watching Simis Nadan Kitchen with Simi. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പുലാവാണ്. വെജിറ്റബിൾ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി റൈസ് തന്നെ വേണം. ജീരകശാല അരിയൊന്നും പറ്റത്തില്ല. ഇതുപോലെ നല്ല നീളമുള്ള ബസ്മതി റൈസ് തന്നെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് കണക്കത്തെ ഗ്ലാസ് എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങാണ്. അപ്പം ഇതൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുന്നെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സവാള, 2 പച്ചമുളക്, പിന്നെ 5 ബീൻസ്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവറും ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ പീസാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങും ഇതുപോലെയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ആ ഒരു കറുപ്പ് കളർ വരത്തില്ല. ഇനി ഇതിന് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 7 ഏലക്ക വേണം, കുറച്ച് ഗ്രാമ്പു, ഒരു 5-6 ഉണ്ടാവും, പിന്നെ ഒരു ജാതിപത്രി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു വലിയ പട്ടയുടെ പീസ് വേണം, പിന്നെ 2 ബേ ലീഫ്. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ ആ നെയ്യും ഓയിലും ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ജീരകം ചേർക്കാം. ഫസ്റ്റ് ജീരകമാണ് ചേർക്കേണ്ടത്. ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ആ ജീരകം ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ 2 ബേ ലീഫ്. ഇപ്പം ആ സ്പൈസസൊക്കെ മൂത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ആ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. അപ്പോൾ ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് സവാള ഈ സവാളയിലേക്ക് ബീൻസും ക്യാരറ്റും പിന്നെ പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എന്തായാലും ചേർക്കണം കേട്ടോ. വെജ് പുലാവ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഉരുളക്കിഴങ്ങ്. ഇനി ഈ പച്ചക്കറിയെല്ലാം ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇനി ഈ പച്ചക്കറിയിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ അതും ചേർക്കാം. ഇനി ആ വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ ഒന്ന് പോയി വരണം. ഇനി ഇതിലേക്ക് അരി ഇടാം. അപ്പം ഞാനിവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്ത അരിയൊന്നുമല്ല, ഞാൻ ഇപ്പോൾ കഴുകിയെടുത്തതാണ്. അപ്പം 3 ഗ്ലാസ് അരിയാണ്. ആ 3 ഗ്ലാസ് അരി ഈ പച്ചക്കറിയിലേക്ക് ചേർക്കാം. അരി ഇട്ട ശേഷം ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇത് 3 ഗ്ലാസ് അരിയാണ്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണേണ്. ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് ഉപ്പ് ചേർക്കാം.
ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് സിമ്മിലിട്ട് വേണം വേവിക്കാനായിട്ട്. എത്രത്തോളം തീ കുറയ്ക്കാവോ അത്രയും തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിന് വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്കിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ഞാനിതിൻ്റെ ഫ്ലെയിമും നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കാം. നല്ലതായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരിയും പിന്നെ ആ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകും. ഇനി നമുക്കൊന്നിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കിടാം. ശരിക്കും പുലാവിൽ മല്ലിയില ചേർക്കാറില്ല. അപ്പം നമുക്ക് ഒരു നാടൻ ടച്ചും കൂടെ കിടന്നോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കാം കുറച്ച് സമയത്തേക്ക്. ആ ചൂട് കൊണ്ടും ഒന്നും കൂടെ വേകാനുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് കുറച്ചും കൂടെ അരി വെന്തോളും. വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റായിത്തയുടെ കൂടെ കഴിക്കാം. റായിത്ത ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, റായിത്ത ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ പുലാവും റായിത്തയും കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.